ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് സോയാബീനും കൊണ്ട് ഒരു റോസ്റ്റ് പോലെ ഉണ്ടാക്കിയാലോ. ഇത്രയും ചെറിയ സോയാബീൻ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. കാരണം വീട്ടിൽ മേടിക്കാറുണ്ട്, പക്ഷേ അതൊക്കെ കുറച്ച് വലിപ്പമുള്ളതാണ് കേട്ടോ. ഇതൊരുമാതിരി പീനട്ടൊക്കെ ഇല്ല, അത്രയും മാത്രമേ വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇനി ചിലപ്പോൾ വെള്ളത്തിലിടുമ്പോൾ അങ്ങ് വലുതാവുമെന്ന് ഓർത്തു. പക്ഷേ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ആ ഒരു ചെറിയൊരു വലിപ്പം മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാലും ഞാൻ ആവശ്യത്തിനുള്ള സോയാബീൻ എടുത്തിട്ട് കുറച്ച് ഉപ്പോട് ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ വെച്ചു കേട്ടോ. അങ്ങനെ നന്നായിട്ട് തിളച്ച ശേഷം ഞാനത് പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് സോയാബീൻ അങ്ങനെ ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമല്ലാത്തതൊക്കെ ഇപ്പം എനിക്ക് ഇഷ്ടമാണ്. അപ്പം നമുക്കിന്ന് സോയാബീനെ റോസ്റ്റ് പോലെ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കടുക് പിടിച്ചിട്ട് കുറച്ച് ഉള്ളി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞ് കറി ലീവ്സും എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങിട്ട് വഴട്ടി കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ആയിട്ടാണ് വഴട്ടിയത്. അല്ലെങ്കിൽ പേസ്റ്റ് ഇടുമായിരുന്നു. ഇന്നിപ്പോൾ പേസ്റ്റ് ഒന്നും ഇട്ടില്ല, ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്. ഇന്നിപ്പോൾ അതിൻ്റെ കൂടെ കട്ട് ചെയ്ത് ഇടുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇന്ന് മീറ്റ് മസാലയാണ് ഇട്ടത്. കുറച്ച് മീറ്റ് മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പെപ്പർ, കുരുമുളകും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വളരെ കുറച്ച് മസാല മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. കാരണം ഇവിടെ മോന് സ്പൈസി ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്പൈസി ആയിട്ടേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതാണ് ഒരുപാട് കളറില്ലാത്തത്. അങ്ങനെ നമ്മുടെ വെന്തിരിക്കുന്ന സോയം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.